ഹിറ്റാണ് നമ്മുടെ നദികളിൽ സുന്ദരി യമുന. നമ്മുടെ ഷീല ട്രോഫിക്ക് ശേഷം മൂന്നാമത്തെ ഹിറ്റാണ് ഈ ബുള്ളറ്റ് ഡയറീസ്. അപ്പോൾ ഡാൻ ശ്രീനിവാസന്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ്. ഫാമിലി കോമഡി ഇമോഷണൽ ഡ്രാമയാണ്. ഗംഭീര പെർഫോമൻസ് ആണ് ഡാൻസ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രയാഗ മാട്ടിന്റെ ഗംഭീര പെർഫോമൻസ് ആണ്. നമ്മുടെ ഡാൻസ് പാട്ട് ശേഷം ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ പറയാം. പ്രയാഗ മാട്ടിന് ആറാടുക തന്നെ പറയാം. ഇത് വളരെ ഹാർട്ട് ടച്ചിങ് ഫിലിമാണ്. നല്ല ധ്യാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രയാഗ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല പെയറിംഗ് ആണ്. ഒരു ബുള്ളറ്റിനെ സ്നേഹിക്കണം. നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിലിമാണ്. എല്ലാവരും പണ്ട് തിയേറ്ററിൽ പോയി കാണണം. OTT ഓടും നിങ്ങൾക്ക് ഉറപ്പാണ്. വളരെ ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. 80കൾ കണ്ടുപോലെ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ കണ്ട പഴയ മോഡൽ നമ്മൾ തോന്നുന്നുണ്ട്. പിന്നെ പ്രദീപ് കോട്ടയുടെ വൺ ഓഫ് ലാസ്റ്റ് മൂവിയാണ്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അൽത്താഫ് നല്ല കോമഡി ചെയ്തിട്ടുണ്ട്. കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. നല്ല മൂവീസ് ഒരിക്കലും ഫ്ലോപ്പ് ആവരുത്. നല്ലൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അതുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്നുള്ളതും പറയുന്നു. ഒരു വണ്ടി പ്രേമികൾക്കുള്ള ധ്യാനും പ്രയാഗും തമ്മിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് ധ്യാനും ഇവിടെ ബുള്ളറ്റാണ് ഹീറോ. പക്ഷെ നല്ല ബൈക്ക് റൈഡേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഞാനതാ പറഞ്ഞത്. കാരണം ഇവിടെ ബുള്ളറ്റ് ബുദ്ധാന്നും പറഞ്ഞൊരു ടീമുണ്ട് എറണാകുളത്ത് തന്നെ. ബുള്ളറ്റ് ബൂട്ടെന്നും പറഞ്ഞ് വേറൊരു ടീമുണ്ട്. ബുള്ളറ്റ് മാത്രം ഓടിക്കുന്ന റൈഡിന് പോകുന്ന ആൾക്കാർ. അവർക്കൊക്കെ ഇതൊരു ഇൻസ്പിറേഷൻ. നല്ല ഫിലിം. ശരി. പാട്ടുകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ലൊക്കേഷൻ നല്ലതാണ്. നല്ല ക്യാമറയും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ലതായിരുന്നു. നല്ല ഫിലിം. ഫാമിലി സ്റ്റോറി. മെയിനായിട്ട് പടത്തിൻ്റെ പേര് കൊണ്ട് തന്നെ ആ ബുള്ളറ്റിന് ഭയങ്കര ഇമോഷണൽ ടച്ച് ഭയങ്കരമാണ്. ഈ ബൈക്കേഴ്സ് ബുള്ളറ്റ് ബുള്ളറ്റിനായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. അങ്ങനെ ഒരു പടം ഗംഭീരമാണ്. രസമായിട്ട് ചെറിയ പടമാണ്. പക്ഷെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സമാധാനത്തിൽ കാണാം. കൊള്ളാം. രസമാണ്. ഇമോഷണലി നന്നായിട്ട് പലതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. രസമായിട്ടുണ്ട്. ബുള്ളറ്റ് സിനിമ, അതായത് പേര് പോലെ തന്നെ ഏതൊരു ബുള്ളറ്റ് പ്രേമിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം. ബുള്ളറ്റ് പ്രേമി എന്നാവണമെന്നില്ല. അത് ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്, അത് ബൈക്ക് സ്വന്തം ജീവനെ പോലെ കരുതുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അത് ബൈക്ക് കാണാതെ പോവുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ പടം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലെ വിഷ്വൽസ് ആയാലും നല്ല കിടലം തന്നെയാണ്. പിന്നെ വിഷ്വൽസും അതേപോലെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഉള്ള സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇതിൽ പാട്ടുകൾ 2 നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇത് മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. പടം എങ്ങനെയുണ്ട്? അടിച്ചൊളിച്ച് പടം എങ്ങനെയുണ്ട് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വ്യത്യസ്തമുള്ള പടത്തിൽ? കണ്ടുനോക്കുക. നല്ല മനസ്സിനെ ടച്ച് ചെയ്യണ സ്ഥലം. സൂപ്പർ. ശരി.